മനാഫ് അതുപോലെ ഈശ്വർ മാൽപ്പയും ഒക്കെ പറയുന്നത് അതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുന്റെ ട്രക്കിനെ സംബന്ധിച്ചൊരു സൂചന ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ മനാഫ് പറഞ്ഞത്. തന്റെ വാഹനത്തിന്റെ ക്യാബിന് ഒരുപക്ഷെ ഇത്തരത്തിൽ ചതഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സ്വന്തം നിലയ്ക്ക് ഈശ്വർ മാൽപ്പയെ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ഈ പുഴയുടെ മറ്റിടങ്ങളിൽ, അതായത് നേരത്തെ മുൻ ദിവസങ്ങളിൽ ഈ പുഴയുടെ മറ്റിടങ്ങളിലും കടലിന്റെ പലയിടങ്ങൾ ഈ പുഴ പോയി ചേരുന്ന അറബിക്കടലിന്റെ മറ്റു പല ഇടങ്ങളിലുമൊക്കെ പരിശോധന നടത്തിച്ചു എന്നുള്ളതാണ്. അവിടെ ഒന്നും നിന്നും തന്റെ ലോറിയുടെ ഒരു ഫൈബർ പാർട്ട് പോലും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സൂചന പോലും എവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതിനർത്ഥം അങ്ങനെ തീരെ അതങ്ങ് ഇടിച്ച് ചതഞ്ഞു പോയി അങ്ങനെ തകർന്ന് തരിപ്പണമായി എന്നൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ആ പരിശോധനയിൽ പോലും എവിടെ നിന്നും അത്തരത്തിലൊരു ഭാഗവും ലഭിച്ചില്ല. അത് ആ ലക്ഷ്മണന്റെ കടയുണ്ടായിരുന്ന ആ പ്രദേശത്തിന്റെ CP4 എന്ന് പറയുന്ന ആ പോയിന്റിന്റെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത്. അർജുന്റെ കുടുംബവും അങ്ങനെ തന്നെ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ആ മേഖലയിൽ നിന്ന് തടിക്കഷ്ണങ്ങൾ കൂടുതലായി കണ്ടെത്തിയിരുന്നു. അത് മാത്രമല്ല തടിക്കഷ്ണങ്ങൾ കെട്ടാൻ ഉപയോഗിച്ച വടം കണ്ടെത്തിയിരുന്നു, കയറ് കണ്ടെത്തിയിരുന്നു. ഈ അടിത്തട്ടിൽ ഏതാണ്ട് 10 അടി താഴ്ചയിൽ ഒരു കയർ, അത് വലിയ രീതിയിൽ ഒരു കയർ അവിടെ കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിന് താഴേക്ക് പോയി പരിശോധന നടത്തണമെങ്കിൽ അതിന്റെ മുകളിൽ അടിഞ്ഞിരിക്കുന്ന പാറക്കഷ്ണം മാറ്റണം. ആ പാറക്കഷ്ണം ഉള്ളത് കൊണ്ടാണ് നിലവിൽ ഈ ഡ്രഡ്ജിങ് സംവിധാനം അവിടെ നിന്ന് അത് എടുക്കാത്തതെന്നാണ് പറയുന്നത്. മനാഫ് ചോദിക്കുന്നത് അതിനല്ലേ ഡ്രഡ്ജർ എത്തിച്ചതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നീക്കം ചെയ്ത് വീണ്ടും പരിശോധന നടത്തണം. വീണ്ടും താഴേക്ക് ഈ മണ്ണ് നീക്കം ചെയ്ത് അതുപോലെ പാറക്കഷ്ണങ്ങളും മറ്റുമൊക്കെ നീക്കം ചെയ്തുള്ള പരിശോധനയിൽ മാത്രമേ അർജുന്റെ ലോറിയെ സംബന്ധിച്ച് സൂചന ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ ലക്ഷ്മണന്റെ കടയിരുന്ന പ്രദേശം ആകെ മണ്ണ് വന്ന് മൂടിയ നിലയിലാണ്. അവിടെ ഒന്നും മണ്ണു നീക്കിയുള്ള പരിശോധന ഇനിയും നടത്തിയിട്ടില്ല എന്നാണ് മനാഫ് അടക്കമുള്ളവർ പറയുന്നത്. ആ മേഖലയിലും അങ്ങനെയെങ്കിൽ പരിശോധന കാര്യമായി നടത്തണം. പക്ഷെ അവിടെയൊക്കെ ഇനി മണ്ണ് എത്രത്തോളം നീക്കം ചെയ്യുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇപ്പോൾ അതൊരു റോഡിനോട് ചേർന്നൊരു ഭാഗമായി അത് മാറിക്കഴിഞ്ഞു. അവിടെ ഇനി മണ്ണ് കുഴിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്താണെങ്കിലും പുഴയ്ക്കുള്ളിൽ നിലവിൽ ഡ്രഡ്ജിംഗ് സംവിധാനം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന പരാതിയാണുള്ളത്. ചുരുങ്ങിയ സമയം, വളരെ ഷോർട്ട് പീരീഡിന് വേണ്ടിയാണ് അതിന്റെ കോൺട്രാക്ട് ബേസിൽ ഏതാണ്ട് 1 കോടിക്കടുത്ത് രൂപ നൽകി ആ സംവിധാനത്തെ ഡ്രഡ്ജിംഗ് വെസലിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ അത് കൃത്യമായി കാര്യക്ഷമമായി അതിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന പരാതി അർജുന്റെ കുടുംബത്തിനുണ്ട്, ഒപ്പം മനാഫിനുണ്ട്, ഈശ്വർ മാൽപ്പയ്ക്ക് അടക്കമുള്ളവർക്കുണ്ട്. അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ആ പോയിന്റ് 4 കേന്ദ്രീകരിച്ച പരിശോധന നടത്തണമെന്ന് കുടുംബം ഇപ്പോഴും പറയുന്നുണ്ട്. എന്നാലേ ലഭിക്കൂ. മനാഫ് പറയുന്ന മറ്റൊരു കാര്യം, കൂടുതൽ ഡൈവേഴ്സിനെ എത്തിക്കണം. നിലവിൽ ഈശ്വർ മാൽപ്പ അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ഡൈവ് ചെയ്തുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർമാരെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 2 പരിശോധനയിലും ഇന്ന് പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CP3 നിന്ന് ആ പോയിന്റ് 3 നിന്ന് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ ആക്റ്റീവ സ്കൂട്ടർ അതിനുള്ളിലാണ് കണ്ടെത്തിയത്. അതിൽ 3ഓളം തടിക്കഷ്ണങ്ങൾ പുറത്തേക്ക് എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ആക്റ്റീവ സ്കൂട്ടർ അടക്കം പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. CP4 പോയിന്റിൽ നിന്നാണ് നേരത്തെ പുറത്തെടുത്ത ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിയെടുത്ത എഞ്ചിൻ കണ്ടെത്തിയത്. അങ്ങനെ ഈ പരിസരത്ത് ഡ്രൈവർമാരുടെ പരിശോധനയിൽ ചില വസ്തുക്കൾ കണ്ടെത്തുന്നുണ്ട്. അത് കൂടുതൽ ഡ്രൈവർമാരെത്തി ആ പരിശോധന വ്യാപിപ്പിച്ചാലേ നേരത്തെയുള്ള സംശയം, അതായത് കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം, മറ്റെന്തെങ്കിലുമൊക്കെ സൂചനകൾ ലഭിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാകുകയുള്ളൂ എന്നുള്ള കാര്യം മനാഫ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. മാത്രമല്ല ഇതൊരു വളരെ ഷോർട്ട് പീരീഡ്, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് ഈ ഷിരൂർ ദൗത്യത്തിന്റെ 3ാം ഘട്ടം എന്ന് പറയുന്നത് അവസാന ഘട്ടമാണ്. അത് ഇനി ഇതിനപ്പുറം മറ്റൊരു തിരച്ചിലില്ല. ഈ ദൗത്യവും ഇനി മുന്നോട്ട് പോകില്ല. ഈ ഡ്രഡ്ജർ എത്തിച്ച് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാണ് ഇതിന്റെ അന്തിമഘട്ടത്തിലുള്ള പരിശോധന. ആ പരിശോധനയിൽ എന്തെങ്കിലും തുമ്പ് ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ അത് കാര്യക്ഷമമായി ഇടപെടണം. ചിലപ്പോൾ 10 ദിവസമെങ്കിലും ഒക്കെ ആ തിരച്ചിൽ ആ മണ്ണ് നീക്കിയുള്ള പരിശോധന ഈ പുഴയ്ക്കുള്ളിൽ നടത്തേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ചവർ പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യം. കാരണം 3 ദിവസത്തേക്കാണ് ആദ്യം ഈ കമ്പനിക്ക് കരാർ നൽകിയിരുന്നത്. അത് വേണമെങ്കിൽ 10 ദിവസം വരെ നീട്ടാമെന്ന് ഈ ഉത്തര കന്നഡ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അത് ഇനിയും അന്തിമമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ഷോർട്ട് പീരീഡിൽ എത്തിച്ച ഈ വെസൽ അത് കാര്യക്ഷമമായി അതിന്റെ സമയം കളയാതുള്ള പ്രവർത്തനം നടത്തണമെന്ന് അവരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ തിരച്ചിൽ പുരോഗമിക്കുന്നു. അത് ഈ പറഞ്ഞ കാലതാമസം എടുത്താണെങ്കിൽ പോലും പുരോഗമിക്കുന്നു. കൂടുതൽ ഡ്രൈവർമാരെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യം കൂടി വരുന്നുണ്ട്. ക്രിസ്റ്റീന. അലക്സ്, ഇപ്പോൾ ഈ അരുൺ പങ്കുവയ്ക്കുന്ന ഒരു വിവരം കൂടി ഉണ്ടല്ലോ, അതായത് വേലിയേറ്റം തുടങ്ങി, അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിങ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈശ്വർ മാൽപ്പയും സംഘവും കരയിലേക്ക് തിരികെ കയറി എന്നൊരു വാർത്ത, അത്തരത്തിൽ ഒരു നീക്കം അവിടെ ഉണ്ടോ? കൃഷ്ണ, വേലിയേറ്റം വേലിയിറക്കവും ഉണ്ടാകുന്നുണ്ട്. രാവിലെ നമ്മൾ വരുമ്പോൾ വേലി ഇറക്ക സമയമായിരുന്നു. ഇത്ര കണ്ട് ജലനിരപ്പ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഡ്രഡ്ജിങ് അത് വലിയ വേഗത ഇല്ലെങ്കിൽ പോലും ഡ്രഡ്ജിങ് ആ സമയത്ത് പുരോഗമിച്ചിരുന്നു.
ആ സമയത്ത് തന്നെയാണ് ഈ ഡൈവർമാർ ഇറങ്ങി മുങ്ങാങ്കുഴി ഇട്ടതും അവർ ഈ അടിത്തട്ടിലേക്ക് പോയുള്ള പരിശോധന നടത്തിയത്. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. രാവിലെ ഉണ്ടായിരുന്നതിൽ നിന്നും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഡൈവർമാർ കരയിലേക്ക് കയറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് സമയമെടുക്കും. ഇത് വെള്ളത്തിനുള്ളിൽ ഒരു പരിശോധനയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര കണ്ടു വേഗതയിൽ ഈ വെള്ളത്തിനകത്തിറങ്ങി വെള്ളത്തിനടിയിൽ ഇറങ്ങി ഈ മണ്ണു നീക്കം, വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയൊന്നും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരമാവധി വേഗതയൊക്കെ നമുക്കത് ചിന്തിക്കാനേ സാധിക്കുള്ളൂ. പക്ഷെ അത്ര കണ്ട് വേഗതയിലൊന്നും ആ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വിദഗ്ധരടക്കം പറയുന്നത്. അതിന്റെ കാലതാമസം അവിടെ ഉണ്ട് താനും. പക്ഷെ അതല്ലാതെ ചില വൈകിക്കൽ കൂടി ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പരാതി. ആ വൈകിക്കൽ പരിഹരിക്കപ്പെടണം. അങ്ങനെ ഒരു കാലതാമസം ഉണ്ടെങ്കിൽ പോലും ആ വൈകിക്കൽ, മനഃപൂർവ്വമുള്ള ആ വൈകിക്കൽ പരിഹരിക്കപ്പെടണം എന്നുള്ള ആവശ്യമാണ് അവരുടെ മുന്നിലുള്ളത്, അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവർ ഡൈവർമാർ കരയിലേക്ക് കയറിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് ഈ വേലിയേറ്റ സമയമായതുകൊണ്ടാണ്. ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ വേലിയിറക്ക സമയമാവും. ഒരു 3 മണി 4 മണി കഴിയുമ്പോൾ വേലിയിറക്ക സമയമാവും. ജലനിരപ്പ് വീണ്ടും താഴും. 6 മണി വരെ തിരച്ചിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇന്നലെ 7 മണി വരെ ഈ ഡ്രഡ്ജിംഗ് സംവിധാനം പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിയാവുന്നതെല്ലാം ചെയ്യുന്നു കർണാടക സർക്കാർ എന്നാണ് ഈ കാർവാർ MLA അതുപോലെ കാർവാർ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അവർ ആ സംവിധാനമൊക്കെ എത്തിച്ച ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അത് തുടരും, ആ തിരച്ചിൽ തുടരും. ഒരു തുമ്പും ഒരു കൃത്യമായ സൂചന ലഭിക്കുന്നത് വരെ തുടരും. കേരളത്തിനൊപ്പം കർണാടക സർക്കാർ ഉണ്ട് എന്ന് MLA ഇന്നലെ അടക്കം ആവർത്തിച്ചുവിടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. MLA ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടില്ല. എന്താണെങ്കിലും ഈ കാര്യങ്ങൾ അദ്ദേഹം ഏകോപിപ്പിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കമുള്ള മറ്റാളുകളൊക്കെ ഉണ്ട്. ഡ്രഡ്ജിംഗ് ഇപ്പോൾ നിലവിൽ ഈ മണ്ണ് നീക്കം എന്നുള്ളത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്ത അവസ്ഥയിലാണ്. അത് ഈ വേലി ഇറക്കമായതിനു ശേഷം, ജലനിരപ്പ് കുറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ അത് വീണ്ടും പുനരാരംഭിച്ചേക്കാം. ഡൈവർമാർ ഒരുപക്ഷെ ഇറങ്ങിയേക്കാം. പക്ഷേ വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ ശേഷം ഡൈവർമാർ പിന്നെ ഇറങ്ങില്ല. കാരണം വെള്ളത്തിനുള്ളിൽ പോയി ഒന്നും അത്ര വിസിബിളായി ഒന്നും കാണാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഡ്രഡ്ജ് ചെയ്യുന്ന ഇടത്ത്, മണ്ണ് അങ്ങനെ കോരിയെടുക്കുന്ന ഇടത്ത് അത് ഫുൾ ചെളി കൊണ്ട് നിറയും. ചെളി കൊണ്ട് അത് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അവിടെ വിസിബിലിറ്റി വളരെ കുറവാണ്. അവിടെ ഇറങ്ങിയും ഡൈവർമാർക്ക് ഡ്രഡ്ജ് ചെയ്ത ഉടനെ അവിടെ ഇറങ്ങി ഒരു മുങ്ങാങ്കുഴി ഇട്ടൊരു പരിശോധന നടത്തുകയും പോസിബിൾ അല്ല. അത്തരത്തിൽ കലങ്ങാത്ത ഇടങ്ങൾ നോക്കിയായിരിക്കും അവർക്ക് ഇറങ്ങേണ്ടി വരിക. അതും പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഈ പോയിന്റ് ഔട്ട് ചെയ്ത ഇടങ്ങൾ, അത് കോൺടാക്ട് പോയിന്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 ഇടങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഔട്ട് ചെയ്ത പ്രദേശങ്ങളിലും അതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് കലക്കമില്ലാത്ത സമയം നോക്കി ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയാണ് ഡൈവർമാർ നടത്തുന്നത്. നിലവിൽ ഈ ഡൈവർമാരുടെ പരിശോധനയും ഒപ്പം ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കവും നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി, വേലിയേറ്റ സമയമായതുകൊണ്ട് പുഴയുടെ ആഴം അല്ലെങ്കിൽ ജലനിരപ്പ് കൂടുതലാണ്. താൽക്കാലികമായി ഇപ്പോൾ ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. ഈശ്വർ മാൽപ്പയും ഡൈവർമാരുടെ സംഘവും കരയിൽ എത്തിക്കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്.